ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു വൺ ഡയമെൻഷൻ മോഷൻ്റെ കുറച്ച് ഡയറക്റ്റ് ആപ്ലിക്കേഷനുള്ള പ്രോബ്ലംസാണ് ചെയ്തത്. ഇന്ന് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ കൂടുതലുള്ളത്, ഡയറക്റ്റ് അല്ല, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന പ്രോബ്ലംസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ കാണുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. എല്ലാ പ്രോബ്ലവും ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്യാതെ കണ്ട് പോയിട്ട് കാര്യമില്ല. പേപ്പർ പെൻസിൽ എടുക്കുക, പേപ്പർ പേന എടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. സ്വന്തമായി ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സിലിത് ഇരിക്കത്തുള്ളൂ. സോ ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. 2021 പ്രോബ്ലമാണ്. എ ഹാമർ എന്ന് വെച്ചാൽ ഒരു ചുറ്റുക ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ മൈൻ. ഒരു വലിയ മൈനിലേക്ക് ഒരു ഹാമർ ഇറക്കിയേക്കുകയാണ്. ഇറ്റ്സ് വെലോസിറ്റീസ് അറ്റ് ദ ഡെപ്ത് d, 2d ആൻഡ് 3d ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു ചുറ്റിക ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. അത് നമ്മളൊരു വലിയ മൈനിലേക്ക് ഇങ്ങനെ ഇറക്കുക. ഇതൊരു മൈനാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് അങ്ങ് ഇറക്കുക. ഇതൊരു വലിയ മൈനാണ്. അപ്പോൾ അതിൽ നമുക്ക് മറ്റേ ഡെപ്ത് ഡി, ഇത് ഇവിടെ നിന്ന് വന്നിട്ട് ഇത് ഡി ആണെന്ന് കരുതുക. പിന്നെ പറഞ്ഞേക്കുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2d ഏകദേശം ഇതുവരെ വരും. ദിസ് ഈസ് 2d, പിന്നെ ഒരു 3d. അപ്പോൾ ഇത്രയും പോയിന്റിൽ ഇതിപ്പോൾ എ ആണെന്ന് വിചാരിക്കുക. പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് വെലോസിറ്റി അറ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞാൽ വി എ എടുത്തു, വെലോസിറ്റി അറ്റ് ബി വി ബി എടുത്തു, വെലോസിറ്റി അറ്റ് സി വി സി. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നായതുകൊണ്ട് എന്തായിരിക്കും, യു എന്ന് പറയുന്നത് 0. യു അറിയാലോ, ഇനിഷ്യൽ വെലോസിറ്റി. ഇത് വെലോസിറ്റി അറ്റ് ഡെപ്ത് എ, അതായത് ഒരു ഡി, 1dയിൽ. ഇത് 2dയിലെ വെലോസിറ്റിയാണ് വി ബി, 3dയിലെ വി സി. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന വെലോസിറ്റി സെറ്റ് വി എ ഈസ് ടു വി ബി ഈസ് ടു വി സി ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as അല്ലേ? ഇപ്പം നമ്മൾ എയിൽ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അത് എയിലെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി എ സ്ക്വയർ മൈനസ് യു സ്ക്വയർ. എത്രയാണ്? യു എപ്പോഴും 0 ആണ് ഇവിടെ, ഇനിഷ്യലി 0, ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഡി. ഇതാണ് ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡി ആണ്. അതായത് വി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ad. വി എ എന്ന് പറയുന്നത് എന്താവും? √2ad. ഇത് ഇക്വേഷൻ നമ്പർ 1. സെയിം കേസിൽ നമ്മൾ ബി നോക്കുക. ബിയിൽ ഇതുപോലെ തന്നെ വി ബി സ്ക്വയർ മൈനസ് ഇതാണ് വി ബി. അതിൻ്റെ യു എന്ന് പറഞ്ഞാൽ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ടേ വിട്ടേക്കുക. ഈ ഇവിടുത്തെ യു എന്ന് പറയുന്നതും 0, ഇവിടുത്തെ എന്ന് പറയുന്നത് വി ബി. അപ്പം -0. ഫൈനൽ വെലോസിറ്റി വി ബി ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 0. അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ആക്സലേഷൻ നമുക്ക് അറിയത്തില്ല, 2a ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻറ്റു 2d. ഓക്കെ ആണല്ലോ? അപ്പോൾ വി ബി സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു എ ഡി. നമുക്ക് വി ബി എങ്ങനെ എഴുതാം? ഈക്വൽ ടു √4ad. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി സി എന്ന് പറയുന്നത്, സി ഇതേമാതിരി തന്നെ. ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി 0, ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി വി സി. അപ്പോൾ വി സി സ്ക്വയർ മൈനസ് 0 ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു, അത് രണ്ട് സെയിം ആണ്, 2as അല്ലേ? ഇനി ഡിസ്റ്റൻസ് എത്ര വന്നു? 3d. ദാറ്റ് ഈസ് വി സി സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എ ഡി ഇൻറ്റു 3. അങ്ങനെ തന്നെ ഞാൻ എഴുതുക. വി സി ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു 3 ഇൻറ്റു എ ഡി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് വി എ ഈസ് ടു വി ബി ഈസ് ടു വി സി ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടി? √2ad റേഷ്യോ ഈസ് ടു √2. 4ad ഞാൻ 2 ഇൻറ്റു 2 എന്ന് എഴുതുവാണേ. 2ad ഈസ് ടു √2 ഇൻറ്റു 3 ഇൻറ്റു ad. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. അതായത് സെയിം ആയിട്ടുള്ളതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ √2ad നമുക്ക് ക്യാൻസൽ ചെയ്ത് ഇത് 1 ആക്കാം. ഈ √2ad ഇവിടെ ക്യാൻസൽ ചെയ്തു.
ഇവിടുത്തെ ഒരു √2 AD ക്യാൻസൽ ചെയ്തു, ഇവിടുത്തെ ഒരു √2 AD ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് √1 ഈസ് ടു √2 ഈസ് ടു √3 ഇത്ര നമുക്ക് കിട്ടി. √1 എന്ന് പറഞ്ഞാൽ 1 ആണ്, √2 ഈസ് ടു √3 ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇതുണ്ടോ എന്ന് നോക്കിക്കേ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് യു ക്യാൻ ഡു. 2 ഒബ്ജക്ട്സ്, 2 ഒബ്ജക്റ്റ് പി ആൻഡ് ക്യൂ, കാറാവാം ട്രെയിൻ ആവാം എന്താവാം, ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ പോകുന്ന 2 ഒബ്ജക്റ്റ് ഉണ്ട്. സ്റ്റാർട്ട്സ് ഓൺ റെസ്റ്റ്, രണ്ടും റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് രണ്ടിൻ്റെയും. വൈൽ ദ ഒബ്ജക്റ്റ് പി, ഫസ്റ്റ് ഒബ്ജക്റ്റ് പി സ്റ്റാർട്ട്സ് അറ്റ് ടൈം t = 0. അപ്പോൾ ഒരു ടൈമിൽ, ഇപ്പോൾ രാവിലെ 8 മണിക്ക് പി സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദ ഒബ്ജക്റ്റ് ക്യൂ, പക്ഷേ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേത് 9 മണിക്കാണെങ്കിൽ, 9 മണിയല്ല ഞാൻ പറഞ്ഞത്, 9 മണിക്കാണെങ്കിൽ ഇത് 9:30-ക്കാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഒബ്ജക്റ്റ് പി ഹാസ് ആൻ ആക്സലറേഷൻ, പിൻ്റെ ആക്സലറേഷൻ തന്നിട്ടുണ്ട് 40 km/h. യൂണിറ്റ് ശ്രദ്ധിച്ചോണേ. ടു ക്യാച്ച്, ഇത് മിനിറ്റിലാണ്, ഇത് അവറിലാണ്. ടു ക്യാച്ച് പി ആൻഡ് ക്യൂ, ടു ക്യാച്ച് പി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 km ദ ആക്സലറേഷൻ ഓഫ് ക്യൂ വുഡ് ബി. അപ്പോൾ പീനെ നമുക്ക് ക്യാച്ച് ചെയ്യണം. നോക്കാം, ആദ്യം ഇതാണ് ഇവരുടെ റൂട്ട്. പി സ്റ്റാർട്ട് ചെയ്തു, പി സ്റ്റാർട്ട് ചെയ്യുന്നു. പീൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 തന്നിട്ടുണ്ട്, ഇനിഷ്യൽ ടൈം 0 തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആക്സലറേഷൻ പീൻ്റെ 40 km/h അല്ലേ? ഇത്രയും സാധനം അവർ സ്ക്വയർ ആണ്. ഇത്രയും സാധനം നമുക്ക് തന്നിട്ടുണ്ട്. പി എന്നിട്ട് എവിടെ പോയി? പി ഒരു പോയിന്റിലെത്തി, അത് എ ആണെങ്കിൽ പി ബിയിലെത്തി. അവിടെ ചെന്നിട്ട് അതങ്ങ് നിൽക്കുക. അവിടെ ആ ഡിസ്റ്റൻസ് നിൽക്കുന്നില്ല, പോകുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 20 km ആണ്. അപ്പോൾ പി ഒരു പോയിന്റ് ബിയിലെത്തിയപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് മാത്രമേ, ടൈം തന്നിട്ടില്ല. നമുക്ക് ഡിസ്റ്റൻസ് ഒരു 20 km പി എത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ടു ക്യാച്ച് പി അറ്റ് എ ഡിസ്റ്റൻസ് 20 km. അപ്പോൾ പീനെ അടുത്ത ക്യൂ ഉണ്ട്, അപ്പോൾ ക്യൂവും സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ക്യൂ എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. പി എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് അതിനേക്കാളും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഇതിൻ്റെയും ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ ക്യൂവും പീനെ 20 km കഴിഞ്ഞിട്ട് പി ആയിട്ട് കൂട്ടിമുട്ടണം. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആക്സലറേഷൻ കൂടുതലായിരിക്കും. ആ കൂടിയ ആക്സലറേഷൻ എന്താണ്? അതായത് 20 km മാറി പി സ്റ്റാർട്ട് ചെയ്ത് 20 km എത്തുമ്പോഴത്തേക്കും ക്യൂവിന് അവിടെ വെച്ച്, ഈ പോയിന്റ് ബിയിൽ ആണ് 20 km കഴിഞ്ഞിട്ട് എത്തുന്നതെന്ന് കരുതുക, ആ ബിയിൽ വെച്ചിട്ട് ക്യൂവിന് പീനെ കണ്ടുമുട്ടണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ക്യൂവിൻ്റെ ഫൈനൽ. അപ്പോൾ നമുക്ക് ആദ്യം പിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. പിയുടെ യു ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞു. ടൈം സ്റ്റാർട്ടിംഗ് ടൈം 0 ആണ്. ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 40 km/h². അപ്പം നമ്മുടെ സെയിം ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഏത് വയ്ക്കും? ½ AT². അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് 20 തന്നിട്ടുണ്ട്, km/h. ut + ½ AT². യു നമുക്ക് 0 ആണ്, 0 × ടൈം പ്ലസ് ½ ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 40 × ടി. എത്രയാണ് തന്നേക്കുന്നത്? ടി നമുക്ക് തന്നിട്ടില്ല. ടി ഓഫ് പി കണ്ടുപിടിക്കാം. ടി ഓഫ് പി എത്ര ടൈമിലാണ് പി ഈ ഡിസ്റ്റൻസ് 20 km എത്തുന്നതെന്ന് കണ്ടുപിടിക്കാം. നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 20 = ½ × 40 × ടൈം ഓഫ് പി². അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ചെയ്യാം. 20. അപ്പോൾ 20 = 20 × TP². അപ്പോൾ ടി പി എന്ന് പറയുന്നത് TP² 1, ടി ഓഫ് പി എന്ന് പറയുന്നത് 1 എന്തായിരിക്കും? അവറിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടി ഓഫ് പി എന്ന് പറഞ്ഞാൽ 1 അവർ. ഇക്വേഷൻ നമ്പർ 1. അതായത് പി ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 അവർ ആണ്. 1 അവർ കൊണ്ട് ഈ പി പോയിന്റ് എ തൊട്ട് പോയിന്റ് ബി വരെ എത്തി.
അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ക്യൂ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ക്യൂ സ്റ്റാർട്ട് ചെയ്തത് എവിടുന്ന്? അപ്പോൾ ക്യൂവിന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ക്യൂ ഈ പോയിന്റ് ബിയിൽ എത്തണമെങ്കിൽ പിന്നെ അതിന് ബാക്കി അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അരമണിക്കൂർ കൊണ്ടാണ് ഇത് ഇവിടെ വരെ ട്രാവൽ ചെയ്ത് എത്തേണ്ടത്. അപ്പോൾ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ അല്ലേ, ഹാഫ് അവർ ആയതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ കൊണ്ട് 0.5 അവർ. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. കാരണം ഇത് എ ടു ബി എത്താൻ 1 അവർ എടുത്തു. പക്ഷേ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇനി അരമണിക്കൂറേ ഉള്ളൂ ഈ പിനെ ജോയിൻ ചെയ്യാൻ, പിനെ കണ്ടുമുട്ടാൻ ബിയിൽ. ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. അപ്പോൾ ക്യൂവിൻ്റെ കേസ് നമുക്ക് നോക്കാം. ക്യൂവിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ടൈം പറയുന്നത് 0.5 അവർ ആണ്. എസ് എന്ന് പറയുന്നത് നമുക്കറിയാം 20 കിലോമീറ്റേഴ്സ് ആണ്. ഇത്രയും നമുക്കറിയാം. ബാക്കി നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതെല്ലാം ക്യൂവിൻ്റെ ആണ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ക്യൂ എന്ന് പറയുന്നത് 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ക്യൂ ഇൻറ്റു ടൈം ഓഫ് ക്യൂ സ്ക്വയർ. അപ്പോൾ ഇതിൽ 20 ഈസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ചെയ്ത് പോയി, ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ ഓഫ് ക്യൂ ഇൻറ്റു ടൈം ഓഫ് ക്യൂ എത്രയാണ്? 0.5 അവർ ആണ്. 0.5 ഇൻറ്റു 0.5. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഈ 20 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 0.5 ഈക്വൽ ടു 20 ഇൻറ്റു 2 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5. പോയിൻ്റ് മാറ്റി കഴിയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് 4 ആക്കാം, ഇത് 2 ആക്കാം. ബാക്കി എത്രയുണ്ട്? 4 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 10 കാണാമല്ലോ, ഈക്വൽ ടു 160 കിലോമീറ്റർ പെർ അവർ സ്ക്വയർ ആണ് എന്ത്, ക്യൂവിൻ്റെ ആക്സലറേഷൻ. ഓക്കെ, ഇത് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ചോദിക്കാം എവിടെയാണ്. കാരണം ഒന്നുമില്ല, സിമ്പിളാണ്. ഡിസ്റ്റൻസ് കറക്റ്റാണ്, സെയിം ആണ്. ഇത് 1 അവർ, പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അത് 30 മിനിറ്റ്സ് ആയത്. പക്ഷേ 30 മിനിറ്റ്സ് നമ്മൾ ഹാഫ് ആൻ അവർ എന്ന് തന്നെ എടുക്കണം, കാരണം യൂണിറ്റ് സെയിം ആക്കണം. ഓക്കെ, തേർഡ് പ്രോബ്ലം നമുക്ക് നോക്കാം. എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് വിത്ത് സർട്ടൻ ഇനിഷ്യൽ വെലോസിറ്റി. ഒരു പാർട്ടിക്കിൾ ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഏതൊരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് യൂണിഫോം ആക്സലറേഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ. 12 മീറ്റർ ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ്സ്. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് ഒരു 12 മീറ്റർ കവർ ചെയ്തു. ആൻഡ് എ ഡിസ്റ്റൻസ് ഓഫ് 30 മീറ്റർ ഇൻ നെക്സ്റ്റ് 3 സെക്കൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത 3 സെക്കൻഡിൽ അതായത് ഈ 3 കഴിഞ്ഞിട്ടാണ് അത് ട്രാവൽ ചെയ്തേക്കുന്നത്. ബാക്കി 3 സെക്കൻഡ് കൊണ്ട് അത് 30 മീറ്റർ കവർ ചെയ്തു. ദി ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഇനിഷ്യൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരത്തെ പോലെ ഒരു പടം വരയ്ക്കാം. ഇതാണ് ഒരു കാർ അല്ലെങ്കിൽ എന്തോ ഒരു ഒബ്ജക്റ്റ്. അത് നമ്മൾ പി എന്ന് വിചാരിക്കാം. ഈ പോയിന്റ് എ ആണ്. എ തൊട്ട് ബി വരെ അതിനെത്ര 12 മീറ്റർ ഉണ്ട്. 12 മീറ്ററിൽ അത് ട്രാവൽ ചെയ്തു എ തൊട്ട് ബി വരെ. അതിന് എത്ര സമയം എടുത്തെന്നാണ് പറഞ്ഞത്. അതിൻ്റെ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. നമുക്ക് യു എന്ന് എടുക്കാം. യു അറ്റ് എ എന്ന് പറഞ്ഞാൽ യു ആയിട്ട് എടുക്കാം. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, 0 അല്ല, ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. അതിട്ട് ട്രാവൽ ചെയ്തത് 30 മിനിറ്റ്സ് ഇൻ ഫസ്റ്റ് 3 സെക്കൻഡ്സ്. അപ്പം ടൈം 3 സെക്കൻഡ്സ്. അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമാണ് 3 സെക്കൻഡ്സ്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് പിന്നെ ഒരു 30 മിനിറ്റ്സ് ഇച്ചിരൊക്കെ കാണുമല്ലോ. പിന്നെ ഒരു 30 മീറ്റർ ബി തൊട്ട് സി വരെ 30 മീറ്റർ ആണ്. അത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 3 സെക്കൻഡ്. അപ്പോൾ ഇതിന് ശേഷം പിന്നെയും ഒരു 3 സെക്കൻഡ്സ് എടുത്തു. ഫസ്റ്റ് 3 സെക്കൻഡിൽ അത് ബിയിലെത്തി, നെക്സ്റ്റ് 3 സെക്കൻഡിൽ സിയിലെത്തി. പറഞ്ഞിരിക്കുന്ന ഇനിഷ്യൽ നമുക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ സെയിം ഇക്വേഷനിലേക്ക് തന്നെ വരാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് നമുക്ക് എ ടു ബി പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ എ ബിയിലുള്ള എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മീറ്റർ. യു നമുക്ക് അറിയത്തില്ല. യു ടൈം നമുക്കറിയാവും, ടൈം അറിയാം. 3 സെക്കൻഡ് കൊണ്ടാണ് അത് ഈ 12 മീറ്റേഴ്സ് കവർ ചെയ്തത്. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലേഷൻ നമുക്ക് അറിയത്തില്ല, ഇൻറ്റു എ ഇൻറ്റു ടി അറിയാം.
3 ഇൻറ്റു 3 സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ 12 ഈസ് ഈക്വൽ ടു 3u പ്ലസ് 9/2 എ. ഇതിൽ നമുക്ക് യു അറിയത്തില്ല, എയും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് അങ്ങ് എടുക്കാം. ഇനി ബി തൊട്ട് സി വരെ ആ സെയിം ഒബ്ജക്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഇനി സെയിം ഇക്വേഷൻ യൂസ് ചെയ്താൽ അവിടുത്തെ ടോട്ടൽ സ്റ്റാർട്ടിങ് ബി തൊട്ട് സി വരെ അല്ലെ എ തൊട്ട് സി വരെ നമുക്ക് എടുക്കാം. ബി തൊട്ട് സി വരെ പോകണ്ട, എ തൊട്ട് സി വരെ. കാരണം നമുക്ക് ഇനിഷ്യൽ നമുക്ക് യു തന്നെയാണ്. ടൈം ഇത്രയും കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 seconds + 3 seconds, 6 സെക്കൻഡ് കൊണ്ടാണ് ഇത് ഇവിടെ തൊട്ട് ഇതുവരെ കവർ ചെയ്തത്. അതായത് എ ടു സി ആണ് നമ്മൾ എടുക്കുന്നത്. എ ടു സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12ഉം 30ഉം 42 meters. അപ്പോൾ 42 meters ഈ സെയിം ഒബ്ജക്റ്റ് കവർ ചെയ്യാനായിട്ട് എടുത്ത സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 6 seconds ആണ്. ഇത്രയും നമുക്കറിയാം. ബാക്കി യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആക്സിലറേഷനും ഇവിടുത്തെ ആക്സിലറേഷനും സെയിം ആയിരിക്കും. സ്റ്റാർട്ടിങ് നമ്മൾ എയിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് കൊണ്ട് യു ഇനിഷ്യൽ വെലോസിറ്റി യു തന്നെ ആയിരിക്കും. ഇത് രണ്ടാണ് ഇതിനകത്ത് ഓർക്കേണ്ട പോയിന്റ്. ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്, ആക്സിലറേഷൻ സെയിം ആണ്. ഡിസ്റ്റൻസ് നമുക്ക് 42 ആണ്. കാരണം ഈ 12ഉം 30ഉം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എ ടു സി ആണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 3 seconds, ഇതും 3 seconds, അപ്പോൾ 6 seconds. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. എസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 30ഉം 12ഉം 42. 42 ഈസ് ഈക്വൽ ടു എസ് ആണ്. യു ഇനിഷ്യൽ നമുക്ക് അറിയത്തില്ല. യു ഇൻറ്റു ടൈം നമുക്കറിയാം 6 പ്ലസ് ഹാഫ് ഇൻറ്റു എ പിന്നെയും നമുക്ക് അറിയത്തില്ല. സെയിം ആക്സലറേഷൻ ആണെന്ന് വിചാരിക്കാം. 6 × 6. നമുക്കിത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 3. അപ്പോൾ 42 ഈസ് ഈക്വൽ ടു 6u പ്ലസ് 18 അല്ലേ, 18a. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. 2 അൺനോൺ ഉണ്ട്, യുവും എയും അൺനോൺ ആണ്. 2 ഇക്വേഷൻ 2 അൺനോൺ നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 1 × 2 എടുത്തു. 1 × 2 എടുത്തപ്പോൾ ഇത് എത്ര കിട്ടി? 24 ഈക്വൽ ടു 2 × 3 6, 6u പ്ലസ് ഇത് ആകുമ്പോൾ 2 ക്യാൻസൽ ചെയ്യും, 9a. ഓക്കെ, ഇത് ഇക്വേഷൻ 3. ഇനി നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ഇക്വേഷൻ 2 - 3 എടുത്താൽ എന്ത് വരും? 2 - 3 വരുമ്പോഴത്തേക്കും ഇത് കുറയ്ക്കുമ്പം 8 × 4 = 18 ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. 0 പ്ലസ് ഇത് മൈനസ് ചെയ്യുമ്പം 9a. അപ്പം 9a ഈസ് ഈക്വൽ ടു 18. a ഈസ് ഈക്വൽ ടു 18/9 എത്രയായിരിക്കും? 2 m/s². എ നമുക്ക് കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എ അല്ലല്ലോ, ഇനിഷ്യൽ വെലോസിറ്റിയാണ്. നമുക്ക് യു ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ നമുക്ക് കിട്ടിയെങ്കിൽ ആ എനെ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 24 ഈക്വൽ ടു 6u പ്ലസ് 9a ആണല്ലേ. അപ്പോൾ 24 ഈക്വൽ ടു 6u നമുക്കറിയത്തില്ല, പ്ലസ് 9 ഇൻറ്റു നമുക്ക് എ കിട്ടി. എ എത്ര കിട്ടിയത്? 2 m/s². അപ്പോൾ 24 ഈസ് ഈക്വൽ ടു 6u പ്ലസ് 18 അല്ലേ. അപ്പോൾ 6u ഈസ് ഈക്വൽ ടു 24 മൈനസ് 18 എത്ര വന്നു? 8 × 6 = 14. 6 തന്നെ വന്നു. u ഈസ് ഈക്വൽ ടു 6/6 ഈക്വൽ ടു 1 m/s. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ ഏതാ ഉള്ളതെന്ന് നോക്കിയാൽ ഓക്കെ, ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും പ്രോബ്ലംസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് ഇച്ചിരി ഞാൻ മനസ്സിലാവുന്ന രീതിയിലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സ്പീഡ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാത്രം കാണുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇക്വേഷൻ ഇത് തന്നെയുള്ളൂ. ഈ 2 ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്, അതായത് ഈ ഒരു ഇക്വേഷനും മറ്റേ v² - u² = 2as. ഈ 2 ഇക്വേഷൻ നമുക്കുള്ളൂ. ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 1 ഡയമെൻഷണൽ മോഷനിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും. കുറച്ച് ലോജിക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ 1-2 പ്രോബ്ലം വരാം. ഇങ്ങനെ ലോജിക്കൽ ക്വസ്റ്റ്യൻ വലുത് കണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ പേടിക്കരുത്. ജസ്റ്റ് 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക, അത് ചെയ്യുക. ഓക്കെ, സോ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. ബൈ.